ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ഞാൻ മെയിൻലി ഡെഡിക്കേറ്റ് ചെയ്യണത് വർക്കിംഗ് മദേഴ്സിനും ബാച്ചിലേഴ്സിനുമാണ്. നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ടിരിക്കുമ്പോൾ എന്ത് ഉണ്ടാക്കും, രാത്രിത്തേക്ക് ഹസ്ബൻഡിനും മക്കൾക്കും എന്തുണ്ടാക്കും എന്ന് കൺഫ്യൂഷനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഉടനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഞാനിതിൽ 3 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില, പച്ചമുളക് 3 എണ്ണം, ഒരു തക്കാളിയും 4-5 വെളുത്തുള്ളിയും, ഒരു 5 ടേബിൾ സ്പൂൺ കേർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ തന്നെ പൊടിച്ച മസാലയാണ് അത് ഒരു 1.5 സ്പൂൺ, 2 എടുക്കാം, 1.5 സ്പൂണാണ് ഞാനിപ്പോൾ ഇട്ടത്. 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോകണം ഈ കൂട്ടെല്ലാം കൂടി. അതുകൊണ്ടാണ് ഞാൻ സവാള വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പൊടിക്കൂട്ടും തൈരും കൂടി ഇട്ട്, പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഈ മിക്സ് നമ്മളിനി പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കൂട്ടും കൂടി ഇടുന്നു. ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയും കൂടി ഉടനെ നമ്മൾ മസാല കൂട്ടിയിട്ട് നല്ലോണം ഇളക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ ഒരു അംശം കംപ്ലീറ്റ് കളഞ്ഞെടുക്കുന്നു. വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണ കാണാം. ഒരു ലൈറ്റ് കളറിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗണിഷ് കളർ കിട്ടും. അത് അതിൻ്റെ പാകമാവണം. ഇപ്പോൾ നമ്മൾ എണ്ണ തെളിയും, വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി കഴിയുമ്പോഴത്തേക്കും നല്ല എണ്ണ തെളിയണ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിലർക്ക് സവാളയൊക്കെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് തോന്നും. പക്ഷെ അവരും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമ്മളിനി കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ പോകണം കേട്ടോ. ആക്ച്വലി 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിന്ന് യൂസ് ചെയ്തത്. ഞാനത് കുറേശ്ശെ ഇട്ട് ഒന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഗ്രേവി, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആക്കാൻ ഞാൻ നോക്കണയാണ്. ആ കട്ടയൊക്കെ ഒന്ന് മാറ്റി നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് കഴുകി നല്ല ക്ലീനാക്കി വെച്ചേക്കണം ചിക്കനും കൂടി ഇതിൻ്റെ അകത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി നമുക്ക് മൂടി വെക്കാം. അത് ഹൈ ഫ്ലെയിമിൽ നല്ലോണം കുക്കായി തിള വന്ന് കഴിഞ്ഞ് നമ്മൾ സിമ്മിലിട്ട് അത് ഒരു 10-15 മിനിറ്റ് വേവിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഈ ചിക്കൻ കറിയും ചപ്പാത്തിയും നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിക്ക് ഞാൻ ആട്ട എടുത്തു, അതിൻ്റെ അകത്തോട്ട് 1 സ്പൂൺ ഉപ്പും നെയ്യും ചേർത്ത് നല്ലോണം ഇളക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കും. കുഴച്ച് ഒരു നല്ല സോഫ്റ്റ്, നെയ്യ് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഈ സമയത്ത് നമുക്ക് ചിക്കൻ കറി ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. അതിന് നമ്മൾ ചിക്കൻ കറിയിലിട്ട് 4-5 വേപ്പിലയും കൂടി വിതറി കുറച്ച് നേരം കൂടി നമ്മൾ വേവിക്കാൻ വെക്കും. നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തിയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല വലിയ നേരിയ ചപ്പാത്തി റെഡിയാണ്. ഈ ചപ്പാത്തിയും ചിക്കൻ കറി കോമ്പിനേഷൻ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റി ഡൈനിങ്ങിലോട്ട് കൊണ്ടുപോകണം. ഹസ്ബൻഡും കുട്ടികളും അവിടെ റെഡി ആയിരിക്കുന്നതാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ്